അതെയോ? ഒരു ഔദ്യോഗിക സ്ഥാനവും ഇല്ലാത്ത, സംഘടനകളുമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും പേരോട് ഉസ്താദിന് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? എന്റെ പൊട്ടൻ ചെക്ക, അപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചുകൂടെ അത് ആ പേരോട് ഉസ്താദ് പറയുന്നത് ഹക്കാണ് എന്ന്? വല്ലാതെ ചിന്തിച്ച് കാടുകയറണ്ട. ആരാണ് ഇന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് വേണ്ടി സംസാരിക്കുന്നത്, അയാൾക്ക് വേണ്ടി ദുആ ചെയ്ത് കൊണ്ടെടുക്കുന്നത്? അതൊന്ന് കണ്ടോക്കി നിങ്ങള്. പേരോട് നിങ്ങളെല്ലാവരും കുറ്റ്യാടിക്കടുത്താണ് പേരോട്. ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്, പേരോടിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പേരോട് മെല്ലെ മെല്ലെ സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. പേരോട് സത്യത്തിലേക്ക് അടുക്കുന്നുണ്ട്. ഇപ്പോൾ സമസ്തയുടെ കൂട്ടത്തിൽ അല്പം മനസാക്ഷി കുത്തും മരിച്ചു പോകല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്ന ഒരാൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടാൻ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് അദ്ദേഹം വരാൻ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. വഹാബികളും മുജാഹിദുകളും ജമാഅത്തുകാരും ഇതെല്ലാം കൂടി ആയിട്ടുള്ള ചില ആളുകളും പിന്നെ പേരോടിന്റെ കുറച്ച് ചാവേറുകളും ഈ പറയുന്ന സാമ്പാർ മുന്നണി അവരെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഇവര് പറയുന്നതൊക്കെ വലിയ മദ്ഹാന്നും വിചാരിച്ച് അതിൽ വലിയ ആസ്വദിച്ചിരിക്കുക. സാധു, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആരെയാ കൺവിൻസ് ചെയ്യേണ്ടത്? നിങ്ങളൊരു സുപ്രീം ലീഡർ ഉണ്ടല്ലോ, കാന്തപുരം ഉസ്താദ്. ആ കാന്തപുരം ഉസ്താദിനെയല്ലേ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങൾ ആദ്യം കൺവിൻസ് ചെയ്യേണ്ടത്. നിങ്ങളിപ്പോ ഈ വീഡിയോയിൽ തന്നെ പറയുന്ന നിഴൽ വിഷയം, അതിൽ കാന്തപുരം ഉസ്താദിന്റെ നിലപാടെന്താ? അതൊന്ന് കേൾക്ക്. വിളക്ക്, ആ വിളക്ക് പോലെ അല്ലാഹുവിന്റെ റസൂല് അതാ കത്തിപ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ലം യകുൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളില്ലുൻ, അല്ലാഹുവിന്റെ റസൂലിന് നിഴല് ഉണ്ടായിരുന്നു. അപ്പൊ കാന്തപുരം ഉസ്താദിനെ പോലും നിങ്ങൾ പറയുന്ന ആശയം അത് കൺവിൻസ് ചെയ്യാൻ കഴിയാതെ ഈ പറയുന്ന സാമ്പാർ മുന്നണിയുടെ മൗലൂദും കേട്ട് സുഖിച്ചിരിക്കുക സാധു.